ഇവിടെ കോൺഗ്രസ് വീട് നിർമ്മാണത്തിന് വേണ്ടി നേരത്തെ തന്നെ പണം പിരിച്ചു. ഇപ്പോ കൽപ്പറ്റ MLA ഡിസംബർ മാസം 10 അദ്ദേഹം പറഞ്ഞത് ഡിസംബർ മാസത്തിൽ പണി തുടങ്ങുന്നതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് കേട്ടു. CPIMന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഹാൻഡിലുകൾ ചില വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം മാസം തന്നെ പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതി തുടക്കം കുറിക്കും. ഇത് പറയുന്ന ഡിസംബർ മാസം 10 ഞാൻ നിങ്ങളുടെ ചാനലുകളിൽ വന്ന വാർത്തയുടെ ക്ലിപ്പെടുത്തതാണ്. ഈ മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആഗ്രഹത്തെക്കുറിച്ച് വേറെ പറയാം. അദ്ദേഹത്തിന് താല്പര്യമുള്ള വീഡിയോ മാത്രം എടുത്ത് അദ്ദേഹം ഇപ്പോൾ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ ഡിസംബർ മാസം 10 അദ്ദേഹം പറഞ്ഞത് ഈ മാസം തന്നെ ആരംഭിക്കും. ഒന്ന്. രണ്ടാമത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ആഗ്രഹമാണ് പറഞ്ഞത്. ഇവർ ആഗ്രഹിക്കാൻ ആഗ്രഹത്തെക്കുറിച്ച് പറയാൻ ഇതിവര് വേറെന്തെങ്കിലും ഔദാര്യമായി ജനങ്ങൾ കേൾക്കുന്ന കാര്യമല്ല. ജനങ്ങളിൽ നിന്നും പണം ശേഖരിച്ചു വെച്ച തുക അവരെ കയ്യിലുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അവർ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഗ്രഹപ്രകടനം നടത്താനോ ഉള്ള കാര്യങ്ങളല്ല ഇത്. ദുരന്ത ബാധിതരുടെ പേരിലാണ്. നിങ്ങൾ നോക്ക്, ഞാൻ ആഗ്രഹം പറഞ്ഞതാണ്. എത്ര ലാഘവത്തോടെയാണ് ഒരു സമുന്നതനായ കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ പറയുന്നത്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാണ്. അവരെവിടെന്നെങ്കിലും കോൺഗ്രസിന്റെ ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും വ്യക്തിപരമായ പണം ഉപയോഗിച്ചുകൊണ്ടോ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമല്ല. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണം അവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു വ്യക്തത വരണം എന്നാണ് ഇപ്പോഴും പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞെന്താ, ഡിസംബർ 10 അദ്ദേഹം പറയുന്നത് അഡ്വാൻസ് കൊടുത്തു. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാചകം. ഇന്നലെയും പറയുന്നുണ്ട് ലീഗൽ ഫോർമാലിറ്റീസിനെ കുറിച്ച്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ഇനി ആകെ ഈ നിർവഹണ ഏജൻസിയായി ചർച്ച നടത്തി. ആ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും ദിവസമായിട്ട് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള നിർവഹണ ഏജൻസിയെ കിട്ടാത്തതാണ് പ്രശ്നം. ഞങ്ങൾ തയ്യാറാണ് നിർവഹണ ഏജൻസിയെ കാണിച്ചു കൊടുക്കാൻ. സ്ഥലം റെഡിയാണ്. സ്ഥലം ഉണ്ടെങ്കിലേ നിർവഹണ ഏജൻസി കാര്യമുള്ളൂ. സ്ഥലമില്ലാതെ നിർവഹണ ഏജൻസി ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുന്ന നിലയിൽ നിലപാട് തെരഞ്ഞെടുപ്പ് ഇതിന്റെ പ്രശ്നം എവിടെയാ, ഇതിലെ വിഷയം എവിടെയാ? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ രൂപത്തിൽ ഈ വിഷയം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളെ പറ്റിച്ചു, അവിടെയാണ് വിഷയം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അദ്ദേഹം വഞ്ചിക്കുന്നത്. അതാണ് അതിന്റെ വിഷയം. ഒന്ന്, ചുരുങ്ങിയത് അവർ സ്ഥലം കണ്ടെത്തിയത് എവിടെയാന്ന് നിങ്ങൾ പറയാൻ തയ്യാറല്ലല്ലോ. മാധ്യമങ്ങളോട് ഞങ്ങൾ ചോദിച്ചല്ലോ. ഏറ്റവും ചുരുങ്ങിയത് പോകട്ടെ, ഇനി സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യം അവർ വിശദീകരിക്കട്ടെ, ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ചുരുങ്ങിയത് അവർക്ക് എത്ര പണം കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ സാങ്കേതിക പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? CMDRFിലേക്ക് എത്ര പണം കിട്ടി എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കൃത്യമായി ഓൺലൈനിൽ ആരൊക്കെ കൊടുത്തു, എങ്ങനെ കൊടുത്തു കാണാൻ കഴിയും. DYFI പണം ശേഖരിച്ചു. DYFI പണം ശേഖരിച്ചത് എത്രയാന്നുള്ളത് കൃത്യമായി പ്രഖ്യാപിച്ചു. ഓരോ കമ്മിറ്റികളും തന്നതിന്റെ എല്ലാം പ്രഖ്യാപിച്ചു. മറ്റ് പല സംഘടനകളും ആ നിലയിൽ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ പണം എത്രയാണ്? അതിലെന്താ സാങ്കേതിക തടസ്സം? ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ എന്താ തടസ്സം? എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പണം 1.5 വർഷം എന്ത് ചെയ്തു വിശദീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകും. ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച പണം എത്രയാണോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ആ പിരിച്ച പണം അവർ ഈ 1.5 വർഷക്കാലം എന്ത് ചെയ്തു? പല കാര്യത്തിനും ഉപയോഗിക്കാലോ. ഉണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടില്ലയോ? നമുക്കറിയോ. 1.5 വർഷക്കാലം ഇവരെന്ത് ചെയ്തു? അത് കൃത്യമായി എവിടെയായിരുന്നു ഈ പണം? 1.5 വർഷക്കാലം ഇതെല്ലാം ഉപയോഗിച്ച് തിരിച്ചു വന്ന് ഇത്ര പൈസയാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റൂ. വേറെ എന്തും ചെയ്യാൻ പറ്റൂ? ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ ആ പണം എവിടെ ഉണ്ട് എന്ന് വ്യക്തമാവുമല്ലോ. അപ്പൊ ആ നിലയിൽ യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതരുടെ പണം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന നിലപാട് ഈ പറയുന്ന 1.5 വർഷക്കാലത്തിനിടയിൽ ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ്. പണം എത്രയാണ് പണം എന്നത് വിശദീകരിക്കാത്തതുകൊണ്ട് വ്യക്തമാവുന്നത്. അതിനെക്കുറിച്ച് അവർ പറയാൻ തയ്യാറാവും. ഒരാൾ ചോദിക്കുമ്പോൾ വേറെ ആൾ അക്കൗണ്ടിലുണ്ട് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് ഒഴിയുകയല്ലാതെ എത്ര പണമുണ്ട് എന്ന് പറയാൻ വേറെ സാങ്കേതിക പ്രശ്നമൊന്നുമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇപ്പോ ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു കാര്യം എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ടൗൺഷിപ്പ് വളരെ കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ടൗൺഷിപ്പ് വളരെ ഫലപ്രദമായി നടന്നു വരികയാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ
പല കാര്യത്തിലും വിമർശനം ഉന്നയിക്കാറുള്ളവരാണെങ്കിലും ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. ആ ടൗൺഷിപ്പ് ഇപ്പൊ ഏറ്റവും മനോഹരമായി ആളുകളെല്ലാം അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് നടന്നു വരുമ്പോ ഇപ്പൊ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ടി സിദ്ദീഖ് കൽപ്പറ്റ MLA ഉൾപ്പെടെ എന്താ ചെയ്യുന്നത്? അവകാശവാദം ഉന്നയിക്കുക. ഞങ്ങളും അതിന്റെ ആളുകളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുക. ഇവർക്ക് ഈ ടൗൺഷിപ്പിൽ അവകാശവാദം ഉന്നയിക്കാൻ എന്ത് അവകാശമാണുള്ളത്? എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? അവർ യഥാർത്ഥത്തിൽ CMDRFിലേക്ക് പണം വരുമ്പോ അതിന് തടസ്സം സൃഷ്ടിച്ചവരാണ് കോൺഗ്രസ്. CMDRFിലേക്ക് ജനങ്ങൾ പണം കൊടുക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടി പ്രത്യേകമായി ആപ്പ് ഉണ്ടാക്കി കോൺഗ്രസിന്റെ പണം ശേഖരിച്ചവരാണ് കോൺഗ്രസ്. അവർക്ക് എന്താ അവകാശവാദം ഉന്നയിക്കാനുള്ളത്?